സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം. മുൻ AICC അംഗം വിജയൻ പൂക്കാടിനാണ് പ്രതിഷേധവുമായി എത്തിയത്. കഴിവും പ്രാപ്തിയുമുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിലുണ്ട്. സന്ദീപ് വന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായി. കോൺഗ്രസ് പാർട്ടിയുടെ വില കളയരുതെന്നും വിജയൻ പൂക്കാടൻ ജനൻ TVയോട് പ്രതികരിച്ചു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AICCയുടെ മുൻ അംഗം വിജയൻ പൂക്കാടൻ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും മറ്റുമൊക്കെ കാണുകയുണ്ടായി. എന്താണ് അതിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ പല പ്രാവശ്യം പലതിനെ കുറിച്ച് എഴുതാറുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള മാറ്റങ്ങളും കാര്യങ്ങളെ കുറിച്ച് എഴുതാറുണ്ട്. അത് ഏത് ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള സന്ദീപിന്റെ വരവും സന്ദീപ് വന്നതിനെ കുറിച്ച് ഇപ്പം ഈ അടുത്ത ലേറ്റസ്റ്റ് പോസ്റ്റും സന്ദീപിനെ കുറിച്ചിട്ടും ഞാൻ സന്ദീപിനെ കുറിച്ച് എഴുതിയതല്ല. സന്ദീപ് ആരാണ്? സന്ദീപിനെ ഞാൻ അറിയില്ല. അപ്പോൾ സന്ദീപിനെ കുറിച്ചല്ല, കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുള്ള പുതിയ ഒരു ഇതിൽ സന്ദീപ് വാര്യർ ആരോ എന്തോ ആണെന്നുള്ള നിലയ്ക്ക് നമ്മുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളൊക്കെ സന്ദീപിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ എനിക്കതിലൊരു വലിയൊരു അതിശയോക്തി തോന്നി. കാരണം വെച്ചാൽ കോൺഗ്രസ്സിന് വളരെ വലിയ സംഘടനാ ശക്തിയുള്ളൊരു പ്രസ്ഥാനമാണ്. സുധാകരനെ പോലെയുള്ള ആൾ KPCC പ്രസിഡന്റ്, വളരെ കഴിവും പ്രാപ്തിയുമുള്ള, അത് കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേ വലിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിർത്ത് നിന്നിട്ട് അവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരാളാണ് അദ്ദേഹം. അത്രയും പ്രഗത്ഭനായ, ഞാനായിട്ട് വളരെ അടുപ്പാണ്, വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ് അദ്ദേഹം. KPCC പ്രസിഡന്റ്. ഈ രാജ്യത്തെ ജനങ്ങൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ലേ? സുധാകരൻ KPCC പ്രസിഡന്റായി ഈ രാജ്യത്ത് പലതും നടക്കുന്നുള്ള ഒരു പ്രതീക്ഷയുള്ള ഒരാളാണ്. അത്ര വലിയ ഒരാളാണ്. ആ ഒരു വളരെ വിവരവും തൻ്റെ കഴിവും ശേഷിയും ക്ഷേമിച്ചിയുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് മോശം എന്ന് പറയാൻ പറ്റുമോ? അതിന് ചുറ്റും നിൽക്കുന്ന നേതാക്കന്മാരെ നിങ്ങൾ നോക്കി നോക്കിയേ. VT ബൽറാം ചെറുപ്പക്കാരനല്ലേ, എന്താ കഴിവും കാര്യങ്ങളുള്ള ആരാണ് അവർ. സിദ്ദിഖ്, T സിദ്ദിഖ്, അങ്ങനെയുള്ള അവർ KPCC നേതൃത്വത്തിന് ചുറ്റുള്ള ആളുകളൊക്കെ, MM ഹസൻ, ഇവരൊക്കെ നല്ല കഴിവുള്ള പ്രാപ്തിയുള്ള നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ അകത്ത് ധാരാളമുണ്ട്. ബെന്നി ബെഹനാൻ മോശമാണോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അത് കൂടാണ്ട് അഖിലേന്ത്യാ തലത്തിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയ വളരെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർക്കുള്ള സമയത്ത് ഇങ്ങനെ നമുക്കൊരു വലിയൊരു ആളെ കെട്ടെഴുന്നള്ളിച്ച് കൊണ്ടുവരാനായിട്ട് എന്താണ് കോൺട്രിബ്യൂഷൻ? BJP-ക്കാർ മുഴുവൻ ഇങ്ങോട്ട് വരുമോ? കേരളത്തിലുള്ള BJP-ക്കാർ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? എൻ്റെ ഒരു അഭിപ്രായം എന്താ അറിയാം, ഞാനത് പറയണത് ഇവരോടും കൂടി പറയാണ്. ഒരു കൺവെൻഷൻ നടത്തട്ടെ ഇവിടുത്തെ BJP-ക്കാരുടെ ഒരു കൺവെൻഷൻ. ഇയാളുടെ കൂടെ വരാൻ പോകുന്ന BJP-ക്കാരുടെ ഒരു കൺവെൻഷൻ നടത്തട്ടെ. അയാളുടെ കൂടെ നിൽക്കുന്ന ജനങ്ങളെ കാണിച്ചു. അങ്ങനെയുള്ള ഞങ്ങളൊക്കെ സാധാരണ ചെയ്യാറ്. ഒരു കൺവെൻഷൻ നടത്തിയിട്ട് ആ കൺവെൻഷനോട് കൂടിയിട്ട് പാർട്ടിയിൽ ചേരും. അങ്ങനെ സാധാരണ പാർട്ടിയിൽ ചേരുന്ന ആളുകൾ മുഴുവൻ ചെയ്യുക. അത് ചേരട്ടെ. എന്നിട്ട് ആൾബലം വ്യക്തമാക്കണ്ടേ? ആൾബലം വേണ്ടേ? അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയണ്ടേ? അല്ലാണ്ട് എന്ത് കണക്കിലാണ് ഇയാളെങ്ങനെ ഇത്ര വലിയ ആളാക്കിയിട്ട് വയ്ക്കാനുള്ള കാരണം എന്താണ് നിങ്ങളുടെ ഒരു അറിവ്? എന്ത് കാരണം കൊണ്ടാണ് ഇയാളെങ്ങനെ പൊക്കി കൊണ്ടുവരാനുള്ള നിങ്ങളുടെ അറിവ് എന്താ? നിങ്ങളുടെ പാർട്ടിയിൽ ഡാമേജ് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തമായിട്ട് കണക്കും കാര്യങ്ങളും എനിക്കുണ്ട്. ഞാനത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 25,000 വോട്ടിന് ജയിക്കേണ്ടതാണ്. അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇവിടെ വന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞു. ഈ 40 കൊല്ലത്തിനടുത്ത് പല തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഒരു കാലത്തും VS വിജയരാഘവൻ നിൽക്കുമ്പോഴാണ് ഇത്തിരി എനക്കുണ്ടാവുക. ഒരു കാലത്തും ഇത്രയും നന്നായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഇവിടെ 6 റൗണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കയറി ഇറങ്ങി. ഒരു ദിവസം ഇവിടെ വരുമ്പോൾ അവർക്ക് ചായയും ഇതൊക്കെ കൊടുക്കും. പക്ഷെ ഒരു ദിവസം വന്നപ്പോൾ 40 ആളാണ് മുറ്റത്ത് നിൽക്കുന്നത്. 40 ആൾ, അതിശയിക്കണ്ട, റൗണ്ട് ചുറ്റാണ്. അങ്ങനെ 6 റൗണ്ട് നടന്നു. എല്ലാ വീടുകളും കയറി ഇറങ്ങി. അത്രയും ചിട്ടയായ പ്രവർത്തനം. ഇവിടെ ഞങ്ങൾ നോർത്ത് മണ്ഡലമാണ്. ഈ നോർത്ത് മണ്ഡലത്തിൽ ഞാൻ ഓഫീസിൽ നിന്നപ്പോൾ അവിടെ ചാർജ് ആരെന്നറിയാം? CV ബാലേന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ്, KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, ഒരു മണ്ഡലത്തിൻ്റെ ചാർജ്. അങ്ങനെ നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ രീതിയിൽ ഭൂരിപക്ഷം കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇയാൾ വന്നതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു. കാരണം വെച്ചാൽ ഉണ്ട്, വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ BJP-ക്കാരായിട്ട് അടുപ്പുള്ള ആളാണ്. വ്യക്തിപരമായിട്ട് നമുക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് അടുപ്പുള്ളതാണ്. ഞാൻ RSSൻ്റെ പരിപാടികളോട് മുഴുവൻ യോജിപ്പുള്ള ആളല്ല. പക്ഷേ എല്ലാവരുടെയും നല്ല പരിപാടികളുണ്ട്. എല്ലാ പ്രസ്ഥാനത്തും നല്ലതുണ്ട്, ചീത്തയുണ്ട്. പക്ഷേ RSSൻ്റെ ചില പരിപാടികളോട് എനിക്ക് വളരെ വിരോധമുണ്ട്. ചില പരിപാടികളോട് നമുക്ക് ഉണ്ടാവാം. പക്ഷേ RSSകാരൊക്കെ എന്നെ കാണാൻ വരാറുണ്ട്.
അത് വ്യക്തിപരമായിട്ട് കാണാൻ വരുന്നതുകൊണ്ട് വേറെ കാര്യം. ഇപ്പോൾ മറിസ്റ്റാറ്റ് തന്നെ വന്നിട്ട് പിരിവിന് ഞാൻ ഇലക്ഷൻ മാത്രം കാശ് കൊടുക്കില്ല, ബാക്കിയുള്ളവരൊക്കെ അവർ വന്ന് കാശ് കൊടുക്കും. അവർ പല പരിപാടിക്കും അവരെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പരിപാടിക്കൊക്കെ സ്ഥിരമായിട്ട് എൻ്റെ ഇത് കാശ് വാങ്ങിക്കുന്നതാണ് മറിസ്റ്റാറ്റ്. ഇവിടുത്തെ ലോക്കൽ മറിസ്റ്റാറ്റൊക്കെ ഉണ്ട്. അത് ഈ രാജേഷ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, MP രാജേഷ്. വളരെ അടുപ്പാണ് ഞാനായിട്ട്, എൻ്റെ ഒരു കൊച്ചനിയനെ പോലെ എനിക്ക് സ്നേഹമുള്ളതാണ്. അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. ഇയാൾ എന്താ വെച്ചാൽ, അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇവിടുത്തെ BJPക്കാർ ശിവരാജ്, നിങ്ങളിപ്പോൾ ശിവരാജിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ വളരെ അടുപ്പാണ്. ശിവരാജ് പിന്നെ ഇവിടുത്തെ പ്രമീള മുനിസിപ്പൽ ചെയർപേഴ്സൺ വളരെ നല്ല കൗൺസിലറാണ് ഇവിടെ ഞങ്ങൾക്ക് ഈ ഇതൊക്കെ. പക്ഷേ ഇപ്പം മാങ്കൂട്ടത്തിന് നിന്നപ്പോൾ മാങ്കൂട്ടത്തിന് വോട്ട് കൂടി ഇവിടെ ഈ കോളനിയിൽ വളരെയധികം വോട്ട് കൂടി. അത് എന്നിട്ട് പ്രമീള നിന്നാൽ പ്രമീളയ്ക്ക് വോട്ട് കൂടും. അങ്ങനെയാണ്. ഷാഫി എന്നാൽ ഷാഫിക്ക് വോട്ട് കൂടും. ഈ സന്ദീപ് വന്നതുകൊണ്ട് പാർട്ടിക്ക് വോട്ട് കുറയുക ചെയ്തത്. കാരണം വെച്ചാൽ ഇവർ 3 ഗ്രൂപ്പായിട്ട് സ്കാറ്റർ ചെയ്ത് നിൽക്കുകയായിരുന്നു സന്ദീപ് വരുന്നവരെ. സന്ദീപ് വന്നപ്പോൾ പാർട്ടിയുടെ ഒരു പ്രസ്റ്റീജാക്കി മാറി അവർ. അപ്പോൾ അവരെല്ലാവരും കൂടി ചോദിച്ചു ഈ 2 ദിവസം കൊണ്ട്. അതുകൊണ്ട് സന്ദീപ് തലേദിവസം ഇലക്ഷൻ്റെ തലേദിവസം വന്നിട്ട് പ്രചാരണം നിൽക്കുന്നതിൻ്റെ തലേദിവസം വന്നിട്ട് ഈ മാങ്കൂട്ടത്തിൻ്റെ വണ്ടിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ടൊന്നും വോട്ട് കിട്ടുമോ? 6 ട്രിപ്പ് ഇവിടെ വീട് കയറി ഇറങ്ങിയതല്ലേ. അപ്പോൾ സന്ദീപ് വന്നില്ലെങ്കിൽ 25,000 വോട്ടിന് മാങ്കൂട്ടം ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അത് എൻ്റെ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 25 ഇത്. പിന്നീട് ഞാൻ പറഞ്ഞു 15+ എന്ന് അവരോടൊക്കെ പറഞ്ഞു. അത് സന്ദീപിൻ്റെ ഗുണം കൊണ്ടല്ല, സന്ദീപ് വന്നിട്ട് കിട്ടിയതല്ല. ഈ മാത്തൂരും പിന്നെ കണ്ണാടിയിലും ഇവിടെയൊക്കെ സന്ദീപ് വന്നിട്ടാണ്. ഇവിടെ ഇത്തിരി ചെറിയൊരു മാറ്റം വന്നു. ഇവിടെ ഈ മാറ്റം ഇതിനേക്കാളും വലിയ മാറ്റം വരേണ്ടതാണ്. അത് സന്ദീപ് വന്നുകൊണ്ടാണ് അവർ തമ്മിൽ ചോദിച്ചത്. അല്ലെങ്കിൽ കൃഷ്ണകുമാറിനോട് അത്രയും വിരോധമുണ്ട് ആളുകൾക്ക്. ഞാൻ തമാശ, കൃഷ്ണകുമാർ എൻ്റെ സുഹൃത്താണ്, അത് വേറെ കാര്യം. പക്ഷേ കൃഷ്ണകുമാർ ഞാൻ അന്വേഷിച്ചപ്പോൾ വളരെയധികം വിരോധം പാർട്ടിയുടെ അകത്തുണ്ട്. അത് മുതലാക്കാനായിട്ട് സന്ദീപ് വന്ന കാര്യം നമുക്ക് സാധിച്ചില്ല. സന്ദീപിനെ അവർ ഇത് ചെയ്തു, പിൻ പോയിന്റ് ചെയ്തിട്ട് അവർ ഒന്നായി. അപ്പോൾ അതുകൊണ്ട് സന്ദീപിനെ ഇത്ര വലിയ പിന്നെ പൊക്കി പിടിച്ച് കൊണ്ട ഒരു ആവശ്യം കോൺഗ്രസിനില്ല. ഇപ്പോൾ ഈ KPCC ജനറൽ സെക്രട്ടറി ആക്കുന്നതാണ് കേൾക്കുന്നത്. ഞാൻ കേട്ടില്ല അങ്ങനെ പലതാക്കണമെന്ന്. ഇനിയിപ്പോൾ KPCC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റിൻ്റെ താഴെയുള്ളൊരു പോസ്റ്റാണ്. ഇനി KPCC പ്രസിഡന്റ് ആക്കണം എന്ന് പലരും പറഞ്ഞാൽ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. KPCC സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എത്ര ആളിരിക്കുന്നുണ്ട്? CV ബാലചന്ദ്രൻ ഇരിക്കുന്നുണ്ട്, KPCC DCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം അർഹതപ്പെട്ടവനാണ്, അവന് ആയിട്ടില്ല. അതുമാതിരി പല നിങ്ങൾ പറഞ്ഞില്ലേ സുമേഷ്, അവർ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ആവാനെങ്കിലും യോഗ്യനാണ് അല്ലേ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അവിടെ TV ചന്ദ്രബോധനുണ്ട് തൃശ്ശൂർ, കേട്ടിട്ടില്ലേ നിങ്ങൾ? MLA ഇതൊക്കെയായിരുന്നു, ചെറുപ്പമല്ലേ, TV ചന്ദ്രബോധനെ ആക്കിയിട്ടില്ല ഇതുവരെ. അങ്ങനെ എത്രയോ ആളുകൾ നിൽക്കണു. KPCC ഒരു MLA അല്ല MP ഒന്നും അല്ലാണ്ട് ഈ പാർട്ടി പ്രവർത്തനമായിട്ട് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹി എന്തെങ്കിലും ഒരു അഡ്രസ്സ് വേണ്ടേ നാലാളുടെ അടുത്ത് നടക്കാനായിട്ട്? ഇപ്പോൾ നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുക നിങ്ങളിപ്പോൾ എന്താണെന്നാ, എനിക്കൊരു പഴയ അഡ്രസ്സ് ഉള്ളതുകൊണ്ട് ആ അഡ്രസ്സിൻ്റെ വലുപ്പത്തിലാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ? അപ്പോൾ അതുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടൊരു അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ്സ് കൊടുക്കാൻ കഴിവുള്ള ശേഷിയുള്ള ശേമുഷിയുള്ള പ്രവർത്തകർ ധാരാളം കോൺഗ്രസിൻ്റെ അകത്തുണ്ട്. അതിനിപ്പോൾ ഈ ഇവിടുന്ന് BJPന്ന് പിന്നെ തള്ളിക്കളഞ്ഞ ഒരാൾ വരേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, എന്ത് BJPക്കാർ ഇയാളുടെ അടുത്ത് ഇയാൾ പോണെന്ന് കേട്ടപ്പോൾ എത്ര നാളെ അയാൾ പോണെന്ന് പറഞ്ഞിട്ടിരുന്നത്? സുരേന്ദ്രൻ എന്താ പറഞ്ഞേ? പോണെങ്കിൽ പോട്ടെ എന്നാ പറഞ്ഞേ? അല്ലെങ്കിൽ സുരേന്ദ്രൻ വന്നിട്ട് ഇയാൾ പിടിച്ചെടുത്തായിരുന്നില്ലേ? നിങ്ങൾ അതാലോചിച്ചാൽ മതി. സുരേന്ദ്രൻ എന്തുകൊണ്ട് ഇയാളെ പിടിച്ചെടുത്താൻ വന്നില്ല? അപ്പോൾ ഇയാൾ പോണെങ്കിൽ പോട്ടെ, ഇയാളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് അയാൾക്ക് മനസ്സിലായതുകൊണ്ടാണ്. നല്ല കഥയുണ്ട്. കോൺഗ്രസിൽ നിന്നും പോയ സരീനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ TY ഷിഹാബുദ്ദീൻ ആണെങ്കിലും അവർക്കൊന്നും CPM ഇതുവരെ മെമ്പർഷിപ്പ് പോലും സരീനൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇവിടെ ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കം കൊടുക്കുന്നു. അതാണ് ഞാൻ എന്തിനാ പറഞ്ഞു. KP അനിൽകുമാർ പോയില്ലേ? KP അനിൽകുമാർ ആരാണെന്ന് ഇരിക്കുന്നത്? ഇവരൊക്കെ വിട്. അനിൽകുമാർ ഈ കോൺഗ്രസ് പാർട്ടിയുടെ KPCC പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറിമാർ പലരും ഉണ്ട്. ആദ്യം 2 സെക്രട്ടറി 3 സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കുറേ ആളുണ്ട്, 5-10 ആളുണ്ടാവും. ഈ സെക്രട്ടറിമാരിൽ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള സെക്രട്ടറി എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റിനേക്കാളും പാർട്ടിയുടെ അകത്ത് ചില സ്വാധീനമുള്ള സെക്രട്ടറിയാണ് ഈ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ. അതായിരുന്നു KP അനിൽകുമാർ, സംഘടനാ ചുമതല. ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പോസ്റ്റ് അഖിലേന്ത്യാ തലത്തിൽ കേരളത്തിലുണ്ട്. ആ KP അനിൽകുമാർ ചെന്നപ്പോൾ അവിടെ പിന്നെ നമ്മുടെ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് പറഞ്ഞത്, KPCC പ്രസിഡന്റ് അല്ല, ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞത് അയാളുടെ ഷർട്ടും മുണ്ടും മാത്രം ഉണ്ടായിരുന്നുള്ളതാണ്. അയാൾ പോയിട്ട് അവരെന്ത് കൊടുത്തു? KP അനിൽകുമാർ പോയിട്ട് പിന്നെ CPM എന്താ കൊടുത്തത്? മെമ്പർഷിപ്പ് കൊടുത്തില്ല. ഇപ്പം ജില്ലാ കമ്മിറ്റിയിൽ അംഗമാക്കിയെന്ന്. KPCC ഈ സംഘടനാ ചുമതലയുള്ള ഉണ്ടായിരുന്ന സെക്രട്ടറി അവിടെ ചെന്നപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ മെമ്പറാക്കുന്നവർ അത് ചെയ്തേ. അപ്പോൾ പിന്നെ ആലോചിക്കുക, അത് മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺവെൻഷനിൽ സീറ്റ് ലഭിക്കാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ്?
അയാൾക്ക് സീറ്റ് ലഭിക്കാത്തതുകൊണ്ടാണ് അവരെ പറഞ്ഞത്. കൺവെൻഷനിൽ സ്റ്റേജിൽ സീറ്റ് കിട്ടിയില്ല, അതാണ്. ഞങ്ങളൊക്കെ ഞാൻ KPCC പിന്നെ AICC മെമ്പറായിരുന്ന സമയത്ത് അവിടെ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കണം. വീരേന്ദ്രകുമാർ പ്രസിഡൻ്റാണ്. ആ സമയത്ത് നോർത്ത് മണ്ഡലം മീറ്റിംഗ് നടക്കുക. ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ AICC മെമ്പറാണ്. അപ്പോൾ AICC മെമ്പർ എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് KPCC ഭാരവാഹിയുടെ പ്രോട്ടോക്കോളാണ്. ഞാൻ അവിടെ കയറി ചെന്ന് ഇതായി. അപ്പോഴേക്കും വീരേന്ദ്രകുമാർ വരികയാണ്. അവിടെ MLA വന്ന് പ്രസംഗിച്ച കാര്യങ്ങളൊന്നും എനിക്കൊരു സീറ്റ് തന്നെ കിട്ടി. എനിക്ക് ഇതായി കഴിഞ്ഞിട്ട് പ്രസംഗിക്കാമെന്ന് പറഞ്ഞ നേരത്തെ പ്രസംഗം നിർത്തി വെച്ച് ഇയാൾ വരുന്നു, MP വരുന്നത് കാത്തിട്ട്. ഞാൻ AICC മെമ്പറാണ്. എന്നെ ഒന്ന് പ്രസംഗിക്കാൻ വിളിച്ചില്ല പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നവർ പറഞ്ഞു പ്രസംഗിക്കാൻ വിളിച്ചില്ല പറഞ്ഞിട്ട് എനിക്ക് ഇറങ്ങി പോരായിരുന്നു. അതാ സാഹചര്യമാണ്. എന്നുവെച്ചാൽ ഏത് സമയത്തും ഇയാളെ കാത്തിരിക്കണ് നിമിഷമാണ്. ആ നിമിഷം അത് നമ്മളോട് പ്രസംഗിക്കേണ്ട പറഞ്ഞു. ആരും വിളിക്കണ്ടായിരുന്നു. അത് വിളിക്കുന്നതെന്ന് പറഞ്ഞത് ആ ലോക്കൽ ആളിലാണ്. ആ ലോക്കൽ ആളിലേക്ക് ഞാൻ ആരാണെന്നുള്ളത് എൻ്റെ വലിപ്പം അറിയില്ല പാർട്ടിയുടെ അകത്തുള്ള. അതുകൊണ്ടാണ്. അല്ലാണ്ട് എന്നോട് വിരോധം ഉണ്ടായിട്ടില്ല. വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അവർക്ക് ഇല്ല. അപ്പോൾ ഞാൻ ഇറങ്ങി പോവുക. അതൊക്കെ സഹിഷ്ണുത വേണം. ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട കാര്യം വെച്ചാൽ ഏറ്റവും വലിയ ഒരു പൊതുപ്രവർത്തനം വേണ്ടത് സഹിഷ്ണുതയാണ്. പലരും ചീത്ത പറയുന്നല്ലോ. ഇപ്പം നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ ഞാൻ ആ നോട്ടിട്ടു, ഞാൻ വളരെ നല്ല ഒരാളും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഒരു ദോഷം പറഞ്ഞിട്ടില്ല. ആ നോട്ടിന് എത്രയോ കമൻ്റാണ് വന്നിരിക്കുന്നതെന്നറിയാം. അത് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് കൂടുതൽ കമൻറ്റ് വന്നാൽ എനിക്ക് പിടികിട്ടാതെ വളരെ മോശമായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. വളരെ മോശമായിട്ട്. ഞാൻ അവരൊക്കെ അതിനൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കണ്, അല്ലെ പ്രതികരിക്കാൻ നിൽക്കുക. ഞാൻ പ്രതികരിക്കില്ല. അവർക്ക് തെറ്റായ ധാരണയാണ്. ഞാനൊരു തെറ്റും പറയുന്നില്ല. ഞാൻ സന്ദീപ് വാര്യർ മുന്നോട്ട് ഞാൻ അറിയില്ല. സന്ദീപ് വാര്യർ പിന്നെ എന്താ പറയേണ്ട കാര്യം ഒന്നും അറിയില്ല. പക്ഷെ പാർട്ടി എന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവിടെ വരുമ്പോൾ അതിനൊരു നിലയും വലിയും വെയിറ്റൊക്കെ വേണം. അപ്പം ഞാൻ രമേശ് വന്നു എന്ന് വെച്ചോ, അവിടെ നമ്മുടെ കോഴിക്കോട്ടത്തെ പിന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അല്ലേ രമേശ്, MT രമേശ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി. അയാൾ വരുന്നു വെച്ചാൽ നമുക്കൊന്ന് ബഹുമാനിക്കാൻ തോന്നും. കാരണം വെച്ചാൽ അയാൾ വ്യക്തിപരമായിട്ട് ഈ BJP അല്ലാണ്ട് തന്നെ വ്യക്തിപരമായിട്ടൊരു ക്വാളിറ്റി ഉള്ള മേനാണ്. പറഞ്ഞു മനസ്സിലായി? ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇയാളുടെ ക്വാളിറ്റി എന്താണെന്ന് അറിയാലോ. ക്വാളിറ്റി ഉള്ള മേനാണ്. അങ്ങനെയുള്ള ഒരാളെ V മുരളീധരൻ വന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ ഗവർണറായി പോയിട്ടില്ലേ നേരത്തെ മുൻ പ്രസിഡന്റ് ശ്രീധരൻപിള്ള, അവർക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് സീറ്റ് എനിക്ക് കൊടുക്കുക? അവരാരെങ്കിലും വരാലോ. അപ്പം അതുകൊണ്ട് പാർട്ടി ചിന്തിക്കണ്ടേ? നല്ല കഥയുണ്ട്. പാർട്ടിയുടേതായിട്ടുള്ള വില കളയാൻ പാടില്ല. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹത്തായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ ഒരാൾ KPCC സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വിലയുണ്ട്. ആ വില പൊതുജനങ്ങളുടെ മുമ്പിൽ കളയരുത്. അതാണ്. അതുതന്നെയാണ്. ഏതായാലും വിജയൻ പൂക്കാടൻ മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം ലീഡറുടെ സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. സന്ദീപ് വാര്യർ എന്ന വ്യക്തി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അതിൽ KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ആക്കാനുള്ള നീക്കങ്ങൾ അത് കൃത്യമായി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇതേ അഭിപ്രായം പാലക്കാട് ജില്ലയിലെ നിരവധി കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ട്. അവർക്കൊക്കെ ഇതേ അഭിപ്രായമുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം ആളുകളുടെ കൂടി പ്രതികരണം പുറത്തു വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അരുണാലത്തൂർ തന്നെ ചേരുന്നുണ്ട്. അരുൺ, ഈ വിജയൻ പൂക്കാടൻ്റെ പ്രതികരണം പാലക്കാട്ടെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരേ കണ്ണിലൂടെ തന്നെ പറയുന്നത്. കാരണം സ്നേഹത്തിൻ്റെ കടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത്. ഇപ്പോൾ സന്ദീപിനെ അവിടെ സ്നേഹിക്കാൻ ആ പാർട്ടിക്കകത്ത് പോലും ആരുമില്ല. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം മോഹിച്ചു പോയ സന്ദീപിൻ്റെ കാര്യം വല്ലാത്ത ഒരു ദുരിതത്തിലായ അവസ്ഥയിൽ തന്നെയല്ലേ? രജനി, തീർച്ചയായും ഒരു പരിപാടിയിൽ സ്റ്റേജിൽ ഇടം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകുന്നത്. ഏതായാലും കോൺഗ്രസിലേക്ക് ഈ സന്ദീപ് എത്തുന്ന സമയത്ത് കൊണ്ടുപിടിച്ച് സന്ദീപ് ആദ്യം പാണക്കാട്ടേക്ക് പോകുന്നു. അതിനുശേഷം പലയിടത്തായിട്ട് സന്ദർശനങ്ങൾ നടത്തുന്നു. BJPക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെ പലയിടത്തും ഉയർത്തുകയും ചെയ്യുന്നു. പക്ഷേ സന്ദീപ് എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ കോൺഗ്രസിനുള്ളിൽ ആളുകൾ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് പ്രധാനമായിട്ടും വിജയൻ പൂക്കാടൻ പറയുന്നത് സന്ദീപ് അത്ര വലിയ ഒരു നേതാവൊക്കെ ആണോ, ഇങ്ങനെ കൊണ്ടുപിടിച്ചൊക്കെ കൊണ്ട് നടക്കേണ്ട ഒരു ഗതികേട് കോൺഗ്രസിനുണ്ടോ, അല്ലെങ്കിൽ സ്വയം വില കളയരുത്, ജനങ്ങളൊക്കെ ഇത് കൃത്യമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് വിജയൻ പൂക്കാടൻ എന്നുള്ള. ഇദ്ദേഹം ലീഡറുടെ സന്തത സഹചാരിയായിരുന്നു. മാത്രമല്ല AICC അംഗമായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അത്തരത്തിലുള്ള ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതിൽ വലിയ വിമർശനം ഉയരുന്നത്. നേരത്തെ ഇദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് അടിയിൽ ധാരാളം തെറ്റായ കമൻറ്റുകൾ, നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതും ഒരു
പ്രത്യേക വിഭാഗത്തിൽ നിന്ന് തനിക്കെതിരെ അങ്ങനെ ഒരു കമന്റ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് വിജയൻ പൂക്കാടൻ പറയുന്നത്. പക്ഷെ അതൊന്നും താൻ വകവയ്ക്കുന്നില്ല, പറയാനുള്ളത് കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ സന്ദീപ് വാര്യരെ ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് KPCC ജനറൽ സെക്രട്ടറിയിലേക്ക് സ്ഥാനത്തേക്ക് ഉൾപ്പെടെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതേ നിലപാട് നിരവധി കോൺഗ്രസ്സുകാർക്കുണ്ട്. പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ തന്നെ നിരവധി കോൺഗ്രസ്സുകാർക്ക് ഇതേ നിലപാട് ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ സ്റ്റേജിൽ സീറ്റ് ലഭിക്കാത്തതിന് വേണ്ടി പാർട്ടി വിട്ട് പിന്നീട് അങ്ങനെ പാർട്ടി ഏതാണോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് നേരെ വിരുദ്ധമായ കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ കൃത്യമായ രാഷ്ട്രീയ നേതാവാകുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കൃത്യമായിട്ട് തന്നെ ഈ സന്ദീപ് വാര്യർ ഇത്തരത്തിൽ പാർട്ടി വിടുമ്പോൾ തൻ്റെ ശക്തി തെളിയിക്കാൻ കഴിയണം. ഏതെങ്കിലും തരത്തിൽ തനിക്കിപ്പോൾ ഒപ്പം കുറച്ച് ആളുകൾ കൂടെ വന്നിട്ടുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കൺവെൻഷനോ മറ്റോ ഒക്കെ നടത്തണം. എല്ലായിടത്തും ആളുകൾ നേതാക്കൾ പാർട്ടി വിടുമ്പോൾ അവർക്കൊപ്പം ഒരുപാട് ആളുകളെയും കൂടെ കൊണ്ടുവരാറില്ലേ? സന്ദീപിന് അത്തരത്തിൽ ആരെങ്കിലും കൊണ്ടുവരാൻ, BJP യിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിജയൻ പൂക്കാടൻ ചോദിക്കുന്നത്. ഇതുവരെ തൻ്റെ അറിവിൽ അങ്ങനെ ഒരാളെ പോലും സന്ദീപിനെ BJP യിൽ നിന്നും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ഇത്രയും പൊക്കിപ്പിടിച്ച് കൊണ്ട് നടക്കുന്നത് പാർട്ടി എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, സന്ദീപിന്റെ വരവ് കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യാതൊരു ഗുണവും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ 25,000 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നുള്ളതായിരുന്നു തങ്ങളുടെയൊക്കെ കണക്കുകൂട്ടലായിട്ട് ഉണ്ടായിരുന്നത്. കാരണം കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. തങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ 30-40 ആളുകളാണ് ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ടുള്ളത്. 6 തവണ ഓരോ വീടിലും ഈ 30-40 ആളുകൾ കയറി ഇറങ്ങുന്ന തരത്തിൽ മുൻപൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനം, ചിട്ടയായ പ്രവർത്തനം പാലക്കാട് നടത്തിയിട്ടുണ്ട്. അത്തരം ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിന് മുകളിൽ സന്ദീപ് കയറി നിന്നതുകൊണ്ട് മാത്രം തങ്ങൾക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ സന്ദീപ് വന്ന ഒറ്റ കാരണം കൊണ്ട് 10,000-ഓളം വോട്ടുകൾ കുറയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കാരണം BJP യെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് BJP വിട്ടതോടുകൂടെ തന്നെ BJP പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ആ സന്ദീപിനെതിരെ കൂടെയുള്ള നീക്കമായി അവർ കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് വിജയൻ പൂക്കാടൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വന്നത് ശരിക്കും ഗുണമല്ല കോൺഗ്രസിന് ചെയ്തിട്ടുള്ളത്, അത് ദോഷമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വിജയൻ പൂക്കാടൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ സന്ദീപിനെ ഇങ്ങനെ ഒരു വലിയ കഴിവുള്ള നേതാവായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. BJP യിൽ നിന്ന് വല്ല MT രമേശോ V മുരളീധരനോ അല്ലെങ്കിൽ ശ്രീധരൻ പിള്ളയെ പോലെയുള്ള ആളുകളെയൊക്കെ ആണെങ്കിൽ തങ്ങൾക്ക് ബഹുമാനിക്കാൻ തോന്നുമായിരുന്നു. പക്ഷേ സന്ദീപിന് ഇത്രത്തോളം ഒരു താരപരിവേഷവും മറ്റുമൊക്കെ കൊടുത്ത് കൊണ്ടു നടക്കുന്നത് അത് തീർത്തും തെറ്റാണ്. പാർട്ടി ഇത് ചിന്തിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിൽ പാർട്ടി അപഹാസ്യരാവും എന്നുള്ളതാണ് വിജയൻ പൂക്കാടൻ വ്യക്തമാക്കുന്നത്. ഏതായാലും വിജയൻ പൂക്കാടൻ്റെ ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല, പാലക്കാട്ടെ നിരവധി നേതാക്കൾക്ക് സമാന അഭിപ്രായമുണ്ട്. പലരും അത് തുറന്നു പറയും അടുത്ത ദിവസങ്ങളിലൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിലും സന്ദീപ് വാര്യർക്കെതിരെ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവും കോൺഗ്രസിൽ നിന്ന് തന്നെ. സന്ദീപ് വാര്യർ ആരാണ് നേതാവ്, ആരാണെന്ന് പോലും അറിയില്ല എന്നാണ് വിജയൻ പൂക്കാടൻ പറയുന്നത്. ഒപ്പം സന്ദീപിന്റെ ഉപദേശമൊന്നും കോൺഗ്രസിന് വേണ്ട എന്ന് പറയുന്നുണ്ട്. KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള, സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തിനെതിരെയും അതിരൂക്ഷ വിമർശനം തന്നെയാണ് മുൻ AICC അംഗം കൂടിയായ വിജയൻ പൂക്കാടൻ ജനൻ TVയോട് പ്രതികരിച്ചത്. അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.